ഇതുവരെ നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ അതില് ചെയ്തൊരു കാര്യം എന്തായിരുന്നു? എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകം ടോട്ടൽ ചെയ്തു. ഓക്കെ, എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ ടോട്ടൽ ചെയ്തു, ഗ്രോസ് ടോട്ടൽ ഇൻകം എടുത്തു. ഇപ്പൊ ഓൾഡ് റെജീമിന്റെ കാര്യമാണെന്ന് വെക്കുക. ഓൾഡ് റെജീമിന്റെ കാര്യം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ ടോട്ടൽ ചെയ്ത് ഗ്രോസ് ടോട്ടൽ എടുത്തു. അതിൽ നിന്ന് ഡിഡക്ഷന് കുറച്ച് ടോട്ടൽ ഇൻകം എടുത്തു. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യും. ഒരെണ്ണം എന്തായാലും ചെയ്യണം, ഒരെണ്ണം ഇഫ് നെസസറി. ഓക്കെ, അതാണ് ഇവിടെ പറയണത്. അലോങ് വിത്ത് ദീസ് ദർ ഇസ് സർചാർജ്. ഇനി സർചാർജ് എന്ന് പറയുന്നതാണ് ഇഫ് നെസസറി എന്ന് പറയുന്ന സാധനം. ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. അതെന്തായാലും വേണം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ആപ്ലിക്കബിൾ ടു ഓൾ കാറ്റഗറീസ് ഓഫ് എസ്എസ്സിസ്. എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ് ഈക്വലി. ഓക്കെ, ഏത് എന്താ പറയാ റെജീം എടുത്താലും ശരി, ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടാലും ശരി, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, 4% ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഇസ് റിക്വയർഡ് ടു പേ. ഓക്കെ, എല്ലാവരും അത് പേ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. അപ്പൊ അത് വരുമ്പോ അത് എങ്ങനെയായിരിക്കും? നമ്മള് 5 ഹെഡ്സ് ഓഫ് ഇൻകം, ഓക്കെ, എല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഒരു എമൗണ്ട് ലെസ് ഡിഡക്ഷൻസ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അതും ഒരു എമൗണ്ട് കിട്ടി. ഇതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തിന്റെ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ലയബിലിറ്റി അല്ല, ടാക്സ് കാൽക്കുലേഷൻ നടത്തും. ഓക്കെ, അങ്ങനെ എഴുതിയാൽ മതി ഇപ്പൊ തൽക്കാലം. ടാക്സ് കാൽക്കുലേഷൻ, ഒരു എമൗണ്ട് കിട്ടി, ടാക്സ് നമുക്ക് എത്രയാന്നുള്ളത്, പ്ലസ് സർചാർജ് ഇഫ് ആപ്ലിക്കബിൾ. ഓക്കെ, പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. ഈ 4% ഒരിക്കലും മാറില്ല കേട്ടോ. സർചാർജ് അങ്ങനെയല്ല, സർചാർജുകളൊക്കെ വ്യത്യാസങ്ങൾ വരും. അത് പറഞ്ഞുതരാം, അത് ആ സമയത്ത് നോക്കാം നമുക്ക്. 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരും. എന്നിട്ട് കിട്ടുന്ന ഇതാണ് ശരിക്കത്തെ നമ്മുടെ ലയബിലിറ്റി, ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് ലയബിലിറ്റി നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ഇതാണ്. ഓക്കെ, ഇതല്ല, ഇത് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു, എല്ലാ സ്ലാബ് റേറ്റ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ആണ് ഈ പറയുന്ന എമൗണ്ട്. ഓക്കെ, ഈ പറയുന്ന എമൗണ്ട് അങ്ങനെ കിട്ടിയതാണ്. അതിന്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ ശരിക്കും പേ ചെയ്യേണ്ട എമൗണ്ട്. കേട്ടാ, അങ്ങനെയാണ് ആ സംഗതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സർചാർജ് ഒക്കെ എത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. അത് നമ്മൾ നാളെ നോക്കുള്ളൂ. ഈ റിബേറ്റ് എന്ന് പറഞ്ഞ സംഗതി തൊട്ട് മുമ്പത്തെ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു, ന്യൂ റെജീമിലും ഓൾഡ് റെജീമിലും റിബേറ്റ് ഇസ് ആപ്ലിക്കബിൾ എന്നുള്ളത്. അപ്പൊ റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസിഡന്റ് ഇൻഡിവിജ്വൽ ഇസ് എലിജിബിൾ ഫോർ റിബേറ്റ്. അത് ആദ്യം തന്നെ മനസ്സിലാക്കി. റെസിഡന്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, നമ്മള് ഒരു കാര്യം പറഞ്ഞിരുന്നു, സിറ്റിസൺഷിപ്പ് നോക്കിയിട്ടല്ല നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് നോക്കിയിട്ടാണ് നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ, ടാക്സ് പേയ്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ്, അങ്ങനെ രണ്ട് കാറ്റഗറി ബേസിക്കലി ഉള്ളത്. അതല്ലാതെ വേറെ കാറ്റഗറി ഉണ്ട്. അത് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് ക്ലിയർ ചെയ്യാം. റെസിഡന്റ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ആളാണ് എന്ന് വെക്കുക. ഇഫ് ദി പേഴ്സൺ ഇസ് ഫൗണ്ട് ടു ബി എ റെസിഡന്റ്, ഓക്കെ, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഹി ഈസ് എലിജിബിൾ ഫോർ റിബേറ്റ്. റിബേറ്റ് ഉണ്ട്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു തരത്തിലൊരു ഡിഡക്ഷൻ ആണ്. ഓക്കെ, നമ്മളുടെ ടാക്സ് കുറയ്ക്കാനുള്ള ഒരു സഹായം ആണ് ഈ പറയുന്ന റിബേറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? എലിജിബിൾ ഫോർ റിബേറ്റ് ഇഫ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് ₹5 lakh.
നല്ലോണം മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മളിപ്പോ നോക്കാൻ പോണത്. ഓക്കെ, ഇപ്പൊ പറയാൻ പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. ഹി ഈസ് എലിജിബിൾ ഫോർ റിബേറ്റ് ഇഫ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh. ഓക്കെ, 5 lakhന്റെ മുകളിലേക്ക് പോയിട്ടില്ലെങ്കിൽ മാത്രം, 5 lakh വരെ ഓക്കെയാണ്. 5 lakh ഒന്ന് ആയി കഴിഞ്ഞാൽ റിബേറ്റ് കിട്ടില്ല എന്നർത്ഥം. ഓക്കെ, 5 lakh 1 rupees ആണ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ ദിസ് പേഴ്സൺ ഇസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് റിബേറ്റ്. ഓക്കെ, സോ ഹിസ് ടോട്ടൽ ഇൻകം ഷുഡ് ബി അപ് ടു 5 lakh. അതിന്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഹി ഈസ് എലിജിബിൾ ടു ഗെറ്റ് റിബേറ്റ്. ഓൾറൈറ്റ്, അപ്പോ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞത് കേട്ടോ. ടോട്ടൽ ഇൻകം, ഇഫ് ദി ടോട്ടൽ ഇൻകം ഇസ് അപ് ടു 5 lakh, ദെൻ ഹി ഈസ് എലിജിബിൾ ഫോർ റിബേറ്റ്. എന്താണ് റിബേറ്റ്? ഈതർ 100% ഓഫ് ഇൻകം ടാക്സ് ഓർ ₹12,500 വിച്ച് എവർ ഇസ് ലെസ്. ഓക്കെ, ഇസ് ഡിഡക്റ്റബിൾ. ഏതാണോ കുറവ് അത് നമുക്ക് ഡിഡക്ട് ചെയ്യാം. നിങ്ങൾക്ക് രസകരമായ ഒരു സംഗതി നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ടാക്സ് എങ്ങനെയാണ് പേ ചെയ്യേണ്ടി വരിക, ആരാണ് പേ ചെയ്യേണ്ടി വരിക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ പറഞ്ഞ പോയിന്റ് അനുസരിച്ച് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ he is eligible for rebate only if his income is up to ₹5 lakh, അല്ലെ? അപ്പൊ ഇയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 4,90,000 ആണ് എന്ന് വെക്കുക. 4,90,000. ഓക്കെ, 4,90,000 ആണ് എന്ന് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടാക്സ് കാൽക്കുലേഷൻ നടത്താൻ പോവാണ്. എങ്ങനെ ടാക്സ് കാൽക്കുലേഷൻ വരിക? ഫസ്റ്റ് സ്ലാബ് ആയിട്ടുള്ള 2,50,000 നമുക്ക് 2,50,000 ഒന്നുമില്ല. നെക്സ്റ്റ് 2,50,000 മുഴുവൻ ഉണ്ടോ അവിടെ? നെക്സ്റ്റ് 2,50,000 നമുക്ക് ഇവിടെ മുഴുവൻ ഇല്ല. ഓക്കെ, അപ്പൊ 2,50,000 മുഴുവൻ ഇല്ലാത്ത കാരണം നമുക്ക് എത്ര ഇവിടെ ഉള്ളൂ ശരിക്ക് amount? 4,90,000 minus 2,50,000. 4,90,000 minus 2,50,000. So we have 2,40,000. 2,40,000 ആണ്. ഈ 2,40,000 5% ആണ് നമുക്ക് ടാക്സ് വരിക. അപ്പൊ 2,40,000 5%, 2,40,000 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 12,000. ഓക്കെ, 12,000. വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോ തൽക്കാലം നമ്മൾ നോക്കണില്ല. 12,000 എന്ന് മാത്രം ഇപ്പൊ തൽക്കാലം വിചാരിക്കാം. ഓക്കെ, 12,000. നമ്മൾ ഈ സർചാർജും ഈ എഡ്യൂക്കേഷൻ സെസ് ഒന്നും നമ്മളിപ്പോ തൽക്കാലം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓൺലി ദിസ് 12,000. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ തൊട്ട് മുമ്പ് നമ്മൾ റിബേറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? either 100% ഓഫ് ദി ഇൻകം ടാക്സ്. ഓക്കെ, 100% ഓഫ് ദി ടാക്സ്. 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് മുഴുവൻ അർത്ഥം. ഓക്കെ, അപ്പൊ 100% ഓഫ് ദി ടാക്സ്. അപ്പൊ ടാക്സ് എന്ന് പറയുന്നത് 12,000 ആണ്. either this 12,000 or ₹12,500 whichever is less. ഓക്കെ, അപ്പൊ ഒന്നില്ലെങ്കിൽ 12,000 അല്ലെങ്കിൽ 12,500 whichever is less. ഇത് രണ്ടിൽ ഏതാണ് കുറവ്? നമുക്ക് 12,000. ഇറ്റ് ഈസ് ഡിഡക്റ്റബിൾ. 12,000 is deductible. അതായത് നമുക്ക് ടാക്സ് കിട്ടി ലെസ് റിബേറ്റ് 12,000 മുഴുവൻ. അപ്പൊ ടാക്സ് എത്രയായി? നില്ലായി മാറി വീണ്ടും. ഓക്കെ, ടാക്സ് ഒന്നും അടക്കണ്ട. ഇതന്നെ 5 ലക്ഷം ആയിരുന്നു ഇയാൾക്ക് എന്ന് വെക്കുക. 5 ലക്ഷം 5 lakh ആയിരുന്നു എന്നുണ്ടെങ്കിലോ ഇവിടെ 2,50,000 ആയേനെ. 2,50,000 into 5%, 12,500. ഓക്കെ, 12,500. അപ്പൊ നമ്മളുടെ കണക്കനുസരിച്ച് either 100% ഓഫ് ദി ടാക്സ്. ടാക്സ് എന്ന് പറയുന്നത് എത്ര? 12,500. either 100% ഓഫ് ദി ടാക്സ് or ₹12,500.
വിച്ച് എവർ ഇസ് ലെസ്. ഇത് രണ്ടും സെയിം ആണ്. 5 lakh ആണെങ്കിൽ 12,500ഉം 12,500ഉം സെയിം തന്നെയാണ് അമൗണ്ട്. അപ്പൊ പിന്നെ വിച്ച് എവർ ഇസ് ലെസ് എന്നുള്ളവിടെ സംസാരമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ 12,500 മുഴുവൻ നമുക്ക് ഡിഡക്ട് ചെയ്യാം, ടാക്സ് വരില്ല എന്നർത്ഥം. അതായത് ശരിക്ക് പറഞ്ഞാല് ഒരാൾക്ക് 5 ലക്ഷം രൂപ വരെ ശരിക്ക് പറഞ്ഞ ടാക്സ് അടയ്ക്കേണ്ടെന്ന് അർത്ഥം. നമ്മുടെ സ്ലാബ് റേറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 2,50,000 വരെ നില്ലാണ്. അത് കഴിഞ്ഞ് പിന്നെ 5 ലക്ഷം വരെ പോകുമ്പോ നമ്മൾ 5% ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ലാബ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇൻ റിയാലിറ്റി ഒരാൾക്ക് 5 ലക്ഷത്തിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അയാളുടെ ഇൻകം 5 ലക്ഷത്തിന്റെ ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ടാക്സേ അടക്കണ്ട. ഓക്കെ, അയാൾക്ക് ടാക്സേ അടയ്ക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കാരണം റിബേറ്റ് കിട്ടും അയാൾക്ക്. റിബേറ്റ് കിട്ടുന്നത് കൊണ്ട് അയാൾക്ക് ടാക്സ് അടക്കേണ്ടി വരില്ല. 5 ലക്ഷം ആണെങ്കിൽ പോലും അയാൾക്ക് നില്ലായി മാറും അയാളുടെ ടാക്സ്. പിന്നെ എന്തിനാ അങ്ങനെ ഒരു സ്ലാബ് വെച്ചിരിക്കണമെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 5,10,000 ആയി എന്ന് വെക്കുക. 5,10,000 ദാറ്റ് ഈസ് ഹിസ് ടോട്ടൽ ഇൻകം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2,50,000 ഈ പറഞ്ഞ പോലെ തന്നെ 2,50,000 നില്ലായി. അടുത്ത 2,50,000 ഉണ്ട് ഇയാൾക്ക് 5 lakh അല്ലെ? അത് 5%, ദാറ്റ് ഈസ് 12,500. ആൻഡ് റിമൈനിങ് ഇനി എത്ര ബാക്കിയുണ്ട്? 10,000 ബാക്കിയുണ്ട്. ഈ 10,000ന്റെ 20% 2,000. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ടോട്ടൽ എത്രയായി? 14,500 ആണ് ഇയാളുടെ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 14,500 ടാക്സ്. ആസ് ഹിസ് ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ 5 lakh, he is not eligible for എന്ത്? റിബേറ്റ്. മനസ്സിലായോ? he is not eligible for rebate. അപ്പോ ഒരാൾക്ക് 4,90,000 rupees. ഓക്കെ, 4,90,000 rupees ആണ് അയാൾക്ക് വന്നിട്ടുള്ള ഇൻകം. അയാളെ കാട്ടിലും വെറും 20,000 rupees ഇവിടെ കൂടുതലുള്ളൂ. ഇയാൾക്ക് 0 ടാക്സ് ആണ്. ഇയാൾക്ക് 14,500 ടാക്സ് വരും. ഇവിടെ റിബേറ്റേ ഇല്ല. ഹി ഈസ് നോട്ട് അറ്റ് ഓൾ എലിജിബിൾ ഫോർ റിബേറ്റ് ബിക്കോസ് ഹിസ് ഇൻകം ഇസ് ഗ്രേറ്റർ ദാൻ 5 lakh. കാര്യം പിടി കിട്ടിയോ? മനസ്സിലായോ എന്താന്ന്? അപ്പോ ഇങ്ങനെ ഒരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ട്. ഓക്കെ, അപ്പോ റിബേറ്റ് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം. നമ്മൾ എപ്പോഴും നിങ്ങൾ ഇനി പ്രോബ്ലംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ റിബേറ്റ് എന്ന് പറയുന്ന സംഗതി അതിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. 5 lakhന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് റിബേറ്റ് കൊടുത്ത് നമുക്ക് അത് മൈനസ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. 5 lakhന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ റിബേറ്റിനെ പറ്റി ചിന്തിക്കേ വേണ്ട. റിബേറ്റ് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ ആലോചിക്കേ വേണ്ട. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഗതിയും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കാറുണ്ട്. റിബേറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ഷോർട്ട് ക്വസ്റ്റ്യൻ. എന്താണ് സംഗതി എന്നുള്ളത് നിങ്ങൾ അത് പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ.